ഉക്രൈൻ റഷ്യക്കെതിരെ അമേരിക്കയുടെ അറ്റോമിക് മിസൈൽ പ്രയോഗിച്ചൊരു തൊട്ടു പിന്നാലെ വമ്പൻ വ്യോമാക്രമണത്തിന് റഷ്യ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾക്കിടയിൽ ഉക്രൈനിലുള്ള US എംബസി അടക്കം പൂട്ടിക്കൊണ്ട് അവിടുത്തെ ജീവനക്കാർ സ്ഥലം വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏത് നിമിഷവും റഷ്യയുടെ ഒരു മാരകമായ വ്യോമാക്രമണം ഉണ്ടാകും, മാരകമായ ആക്രമണം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ആണവ നയം തന്നെ മാറ്റിയിരുന്നു പുടിൻ. ഒരുപക്ഷെ ആണവായുധം ഉപയോഗിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം റഷ്യയെ സംബന്ധിച്ച് റഷ്യ എക്കാലത്തും പറഞ്ഞിട്ട് തങ്ങൾക്കെതിരെ വൈദേശിക ശക്തികളുടെ, പാശ്ചാത്യ ശക്തികളുടെ ആയുധം ഉക്രൈൻ എന്നുപയോഗിക്കുന്നു. അന്ന് അതിന് കനത്ത വില ഉക്രൈൻ നൽകേണ്ടി വരുമെന്ന്. ഏതായാലും അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് ജോ ബൈഡൻ ഉക്രൈന് അനുമതി നൽകി. ആ അനുമതിക്ക് തൊട്ടു പിന്നാലെ തന്നെ ഉക്രൈൻ അത്തരത്തിലുള്ളൊരു ആയുധം റഷ്യക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും റഷ്യയുടെ ഒരു തിരിച്ചടി വളരെ ഭയാനകമായിരിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് കീവിലുള്ള, അതായത് ഉക്രൈൻ്റെ തലസ്ഥാനത്തുള്ള വിവിധ രാജ്യങ്ങളുടെ എംബസി ഉദ്യോഗസ്ഥന്മാരുടെ രാജ്യം വിട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള മുന്നറിയിപ്പ് വിവിധ രാജ്യങ്ങൾ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ എംബസി ഏതായാലും പൂട്ടി എന്നുള്ളത് തന്നെ റഷ്യയുടെ തിരിച്ചടി ഭയാനകമാകും എന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.